റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സോ ഈ ഒരു ചാപ്റ്ററിൽ കെയിം 2025 എന്തൊക്കെ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, കൺസെപ്റ്റ്സ്, അങ്ങനെ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ റിലേഷൻ്റെ ഡെഫിനിഷനാണ്. എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ആസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. പിന്നെ ടൈപ്സ് ഓഫ് റിലേഷനാണ്. എം ടി റിലേഷൻ ഉണ്ട്, യൂണിവേഴ്സൽ റിലേഷൻ ഉണ്ട്, റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ട്. റിഫ്ലക്സീവ് എന്ന് പറയുമ്പം എ കോമ എ ഇൻ ആർ, then for all a belongs to a in a ആയിരിക്കും. സിമ്മട്രിക് ആണെങ്കിൽ if a comma b in r, then b comma a is in r. ഓക്കെ. പിന്നെ ട്രാൻസിറ്റീവ് ആകുമ്പം a comma b in r and b comma c in r, then a comma c also in r. പിന്നെ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് പ്ലസ് സിമെട്രിക് പ്ലസ് ട്രാൻസിറ്റീവ് ആയിരിക്കും, അങ്ങനൊരു റിലേഷൻ. ഇനി ഫങ്ഷനാണ്. ഫങ്ഷൻ്റെ ഡെഫിനേഷനാണ്. എ ഫങ്ഷൻ എഫ് എ ടെൻസ് ടു ബി അസൈൻസ് എക്സാക്ട്ലി വൺ ഔട്ട്പുട്ട് എഫ് ഓഫ് എ ഇൻ ബി ഫോർ ഈച്ച് ഇൻപുട്ട് എ ഇൻ എ. ടൈപ്സ് ഓഫ് ഫങ്ഷൻ. വൺ ടു വൺ ഫങ്ഷൻ ഉണ്ട്, ഇൻജക്റ്റീവാണ്. ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്, അതിൻ്റെ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആയിരിക്കും. ബൈജക്റ്റീവ് ഉണ്ട്, ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇൻവേഴ്സ് ഫങ്ഷൻ ഉണ്ട്, എക്സിസ്റ്റ് ഓൺലി ഇഫ് എഫ് ഇസ് എൻ ബൈജക്റ്റീവ്. പിന്നെ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസാണ്. നമ്പർ ഓഫ് റിലേഷൻസ്. ഒരു ഇതിലുള്ള നമ്പർ ഓഫ് റിലേഷൻസ് കാണണമെങ്കിൽ നമുക്ക് 2n × m ചെയ്യാം. അതിൽ n എന്ന് പറയുന്നത് എയിലുള്ള ഒരു ഇതും m എന്ന് പറയുന്നത് ബിയിലുള്ള ഒരു ഇതുമായിരിക്കും. ഓക്കെ. ഇനി നമ്പർ ഓഫ് ഫങ്ഷനാണ് m⁻n. ഇനി നമ്പർ ഓഫ് 1 to 1 ഫങ്ഷൻ ആണെങ്കിൽ m(p(n) ആയിരിക്കും. പിന്നെ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻ ആണെങ്കിൽ m⁻n - സിഗ്മ k ടെൻസ് ടു 1 m-1 -1 k⁻k+1 m ലിമിറ്റ് m-k n ആയിരിക്കും. കമ്പോസിറ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പം g of f ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഇൻറ്റു എക്സ് ആയിരിക്കും. ഇൻവേഴ്സ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഇനി നമ്പർ ഓഫ് റിലേഷൻസ്. അതിൻ്റെ നമ്പർ ഓഫ് റിലേഷൻസിൻ്റെ എക്സാമ്പിളാണ് 2n × n എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, വേർ n ഈക്വൽ ടു എയും m ഈക്വൽ ടു ബിയും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ സെറ്റ് a, 1, 2 and b, a, b. അപ്പോൾ ഇതിലുള്ള രണ്ടിൻ്റെയും നമ്പർ 2 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണെന്ന് വെച്ചാൽ 2⁴ ആയിരിക്കും. അത് 2 × ഇത് നമ്പർ 2 ആണ്, ഇത് 2 ആണ്, അപ്പോൾ 4, അപ്പോൾ 16 കിട്ടും. അപ്പം റിലേഷൻസ് ആർ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, കൗണ്ട് ഓൾ പോസിബിൾ സബ്സെറ്റ്സ്. ഇനി നമ്പർ ഓഫ് 1 to 1 ഫങ്ഷൻ. 1 to 1 ഫങ്ഷൻ്റെ ഫോർമുല m(p(n) ആണ്. അതിൽ ഹൗ മെനി 1 to 1 ഫങ്ഷൻസ് എക്സിസ്റ്റ് ഇൻ എ 1, 2, 3 and b a b c d. ഇവിടെ എമ്മിൻ്റെത് m4ഉം n 3. n എന്ന് പറയുന്നത് a ടേമിൻ്റെതും m b ടേമിൻ്റെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് 1 to ഫങ്ഷൻ പറഞ്ഞാൽ 4p3 ആണ്, അതായത് 4 × 3 × 2, അപ്പോൾ 24. അസൈൻ ഡിസ്റ്റൻറ്റ് എലമെൻറ്റ് ഓഫ് b ടു ഈച്ച് എലമെൻറ്റ് ഓഫ് a. കമ്പോസിറ്റ് ഫങ്ഷൻ g of f ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് g of f ഇൻറ്റു എക്സ് ആയിരിക്കും. അതായത് if f of x is equal to x+1 and g of x is equal to 2x, then g of f ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ആദ്യം f of 3 ചെയ്യാം. കാരണം f of x നമ്മൾ ഈ ഒരു ടേമില്ലേ f of 3 ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് 3+1 കിട്ടും. ഈ ഇക്വേഷനിൽ ഇടുമ്പം 3+1 4. എന്നിട്ട് g of f of 3 ചെയ്യാം. അപ്പം g ഇൻറ്റു 4, അതായത് 2 × 4, ഇറ്റ് ഈസ് 8 എന്ന് കിട്ടും. ഇനി ഇൻവേഴ്സ് ഫങ്ഷനാണ്. എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഫൈൻഡ് ദി എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഫോർ എഫ് ഓഫ് എക്സ് 3x - 5. സോ ഇവിടെ y എന്ന് പറയുന്നത് 3x - 5 ആണ്. സ്വാപ്പ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 3y - 5 എന്ന് എഴുതി വെക്കാം. എന്നിട്ട് സോൾവ് ഫോർ y ഈക്വൽ ടു x+5/3 എന്ന് കിട്ടും. എന്നിട്ട് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു x+5/3.
ഇത് സോൾവ് ചെയ്യുക, ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് പ്ലസ്, അതായത് ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ x+5 കിട്ടും, ബൈ 3 ചെയ്താൽ y = x+5/3 എന്ന് കിട്ടും. അതായിരിക്കും F ഇൻവേഴ്സ് എടുക്കേണ്ടത്. അടുത്തത് ഇക്വാലൻസ് ഫംഗ്ഷനാണ്, അതായത് റിഫ്ലക്സീവ് പ്ലസ് സിമെട്രിക് പ്ലസ് ട്രാൻസിറ്റീവ് ആണ്. ചെക്ക് ഇഫ് R 1, 1, 2, 2, 3, 3, 1, 2, 2, 1 on A 1, 2, 3 is an equivalence. സോ ആദ്യം റിഫ്ലക്സീവ് ആണോ നോക്കുക. റിഫ്ലക്സീവ് ആണെങ്കിൽ എല്ലാം 1, 1, 2, 2, 3, 3 ഇൻ R ആണെങ്കിൽ അത് റിഫ്ലക്സീവ് ആണ്. സിമെട്രിക് ആണെങ്കിൽ 1, 2, 2, 1 ഉണ്ടെങ്കിൽ അത് സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ 1, 2, 2, 1 അതുപോലെ തന്നെ 1, അങ്ങനെ ഉണ്ടെങ്കിൽ 1, 1 ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം R എന്ന് പറയുന്ന റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷനാണ്. ഇനി ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട്. എൻഷുർ റേഞ്ച് ഈക്വൽ ടു കോഡൊമെയ്ൻ, അതായത് ഇഫ് എ ഫംഗ്ഷൻ R to R ഡിഫൈൻഡ് ബൈ f(x) = x² ഓൺ ടു ആണോ എന്ന് ചോദിച്ചു. കോഡൊമെയ്ൻ ഈക്വൽ ടു R ആണ്, ബട്ട് റേഞ്ച് ഇസ് 0 to infinity. No, because negative number in codomain have no pre-image. ഇതൊരു കോഡൊമെയ്ൻ അല്ല, അപ്പോൾ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ് R be a relation on n. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ഡിഫൈൻഡ് ബൈ R. ദെൻ R = x, y is x+2y = 10 ആണെങ്കിൽ ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് R. ഡൊമൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഇത് എഴുതി വെക്കാം. 2 + x+2y = 10 എഴുതാം. അപ്പോൾ നമുക്ക് വൈൻ്റെ ടേമിൽ 10 - x/2 എന്ന് എഴുതാം. അപ്പോൾ സിൻസ് y belongs to R, x must be even and x is less than 10. 10-നെക്കാട്ടിലും ചെറുതായിരിക്കണം, പിന്നെ നാച്ചുറൽ നമ്പറും ആയിരിക്കണം. സോ പോസിബിൾ വാല്യൂസ് ഓഫ് x മസ്റ്റ് ബി 2, 4, 6, 8. ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇതിൽ ഇട്ട് നോക്കുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സിന് 1 കൊടുത്താൽ എത്രയാ? 9/2, 4.5. നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നാച്ചുറൽ നമ്പറിൽ പോയിൻറ്റ്സ് കൂട്ടൂലല്ലോ. അപ്പം അങ്ങനെയാണ് 2, 4, 6, 8 വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പ്രോബ്ലം. If f(x) = 2x + 3 and g(x) is equal to x² - 1, find f of g into 2. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. f of g into 2 എന്ന് പറയുന്നത് f of g of 2 എന്ന് ചെയ്താൽ മതി. ആദ്യം g of 2 ചെയ്തു. g of 2 എന്ന് പറയുന്നത് x² - 1 ആയിരിക്കും. എക്സിന് 2 കൊടുത്തപ്പോൾ നമുക്ക് 2² - 1 കിട്ടി. ഇനി എഫ് ഓഫ് ഈ കിട്ടിയ വാല്യൂവിനെ ചെയ്യാം. അപ്പം ഈ എഫ് എന്ന് പറയുന്നത് 2x + 3 ആണ്. അപ്പം നമുക്ക് 2 × 3 6, 6 + 3 9 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ദ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഫ്രം എ സെറ്റ് എ വിത്ത് 4 elements ടു സെറ്റ് ബി വിത്ത് 4 elements ഇസ് ഫോർ എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ a = b, number of bijections is equal to 4 factorial, that is 24. Any if f of x is equal to x - 1 by x + 1, find f inverse x. Let y = x - 1 and x + 1 by x + 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിനെ സോൾവ് ചെയ്യാം. y = x + 1 = x - 1, then xy plus y = x - 1, x of y - 1, then -1 - y equal to x = -1 - y by y - 1, then 1 + y by 1 - y. ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 + x by 1 - x. ഇനി ക്വിക്ക് പ്രോബ്ലം സോൾവിങ് ടിപ്സ് ആണ്. ചെക്ക് റിഫ്ലക്സിസിറ്റി, symmetry and transitivity using definitions. പിന്നെ ഫോർ ഇക്വാലൻസ് റിലേഷൻ വെരിഫൈ ഓൾ 3 പ്രോപ്പർട്ടീസ്. പിന്നെ ഫങ്ഷൻസ് ആണെങ്കിൽ 1 to 1 നോക്കണം. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. ഓൺ ടു ആണെങ്കിൽ എൻഷുർ എവറി എലമെൻറ്റ്സ് ഇൻ എ കോഡൊമെയ്ൻ ഹാസ് എ പ്രീ ഇമേജ്. പിന്നെ ഇൻവേഴ്സ് വെച്ചാൽ
സ്വാപ്പ് എക്സ് ആൻഡ് വൈ എന്നിട്ട് വൈനെ സോൾവ് ചെയ്യാം. പിന്നെ കൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എം റേസ് ടു എൻ ആയിരിക്കും. 1 to 1 ആണെങ്കിൽ എം പി എൻ ആയിരിക്കും. ഇനി കുറച്ചും കൂടി പ്രോബ്ലംസ് ആണിത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആദ്യം എഫ് ഓഫ് 2 കണ്ടുപിടിക്കുക. എഫിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അവിടെ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 2 കിട്ടും. എന്നിട്ട് അതിനെ വെച്ചിട്ട് ആ വാല്യൂവിന് വെച്ചിട്ട് നമ്മൾ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ആ കിട്ടിയ വാല്യൂവിന് നമ്മൾ എക്സിന് ഇട്ട് കൊടുക്കുക. അതിന് 2 സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ 1, 2 ആൻഡ് ബി 3, 4. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് കാണണമെങ്കിൽ എത്ര നമ്പർ ഉണ്ട്? 2 into 3 ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് 6. ഇനി നമ്പർ ഓഫ് റിലേഷൻസ് കാണണമെങ്കിൽ 2 raised to 6 ചെയ്യാം. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പം എത്ര നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ 2 raised to m into n ആയിരിക്കും. m 2 ആണ് ഇൻറ്റു 3. അപ്പം 2 into 3 6. 2 raised to 6 64 ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് ആണ് കൺഫ്യൂസിങ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓൾ ഫങ്ഷൻസ് ആർ റിലേഷൻസ് ബട്ട് ഓൾ റിലേഷൻസ് ആർ നോട്ട് ഫങ്ഷൻസ് ആയിരിക്കും. പിന്നെ ഇൻകറക്റ്റ് ഇൻവേഴ്സീവ് കാൽക്കുലേഷൻസ്. എൻഷുർ എഫ് ഇസ് ബൈജക്റ്റീവ് ബിഫോർ ഫൈൻഡിങ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ എഫ് ബൈജക്റ്റീവ് വന്ന് കണ്ടുപിടിക്കണം. പിന്നെ കൗണ്ടിങ് എറേഴ്സ്. 1 to 1 ഫങ്ഷൻസിൻ്റെ കൗണ്ട് ചെയ്യുന്നിടത്ത് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പാടില്ല. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ടൈപ്സ് അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.